അട്ടപ്പാടി മധു കൊലക്കേസിലെ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ട ഹൈക്കോടതി 4-ാം പ്രതിയെയും 11-ാം പ്രതിയെയും വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ശരിവച്ചു. 16-ാം പ്രതിയുടെ ശിക്ഷ ഉയർത്തി മറയ്ക്കാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അപ്പീലും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ഹുസൈൻ കൃത്യം നടക്കുമ്പോൾ കണ്ടുനിന്നവരിൽ ഒരാൾ മാത്രമെന്നാണ് അഭിഭാഷകൻ വാദിച്ചത്. എന്തായാലും ആ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. CCTV ദൃശ്യങ്ങളിൽ നിന്നും എല്ലാം വ്യക്തമാണ് എന്നും ഹുസൈനെതിരെ സാക്ഷി പറഞ്ഞവർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നും അഭിഭാഷകനായ ടി ഷാജിത്ത് പറഞ്ഞു. എന്തായാലും നമുക്ക് ആ പ്രതികരണം കണ്ടതിന് ശേഷം രേഷ്മയിലേക്ക്. നിലവിൽ 1-ാം പ്രതിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കി. 4ഉം 11ഉം പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടത്. ആ വെറുതെ വിട്ട നടപടി ശരിവെച്ചു. 16-ാം പ്രതിയുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് 12:30 അറിയാൻ പറ്റും. അതായത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ 8ഉം 19ഉം സാക്ഷികൾ വ്യാജമാണെന്നൊരു ക്രോസ് എക്സാമിനിൽ വരുത്തിക്കുക മാത്രമല്ല ചെയ്തത്. ഡിജിറ്റൽ എവിഡൻസ് വെച്ചിട്ട്, അതായത് CCTV തെളിവുകൾ വെച്ചിട്ട് 8ഉം 19ഉം സാക്ഷികൾ ഈ സ്ഥലത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് 2 ഷോപ്പുകളിലായി നിൽക്കുകയായിരുന്നു എന്ന് ഡിഫൻസ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. രേഷ്മ, 1-ാം പ്രതിയെ കോടതി വെറുതെ വിടുമ്പോൾ അവിടെ പ്രോസിക്യൂഷന്റെ പരാജയമാണോ? ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചത് രേഷ്മ? പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളൊന്നും തന്നെ കൃത്യമായിരുന്നില്ല. ഈ ഒരു കുറ്റം തെളിയിക്കുവാൻ തക്ക പ്രാപ്തമായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അട്ടപ്പാടി മധു വധക്കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടിരിക്കുന്നത്. ഹുസൈന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹുസൈനെതിരായിട്ടുള്ള തെളിവുകൾ എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. അതിൽ തന്നെ ചില വ്യക്തമായിട്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ പലരിൽ ഒരാളായിട്ട് മാത്രമാണ് ഹുസൈൻ നിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല 8ഉം 19ഉം സാക്ഷികളായിരുന്നു ഹുസൈനെതിരെ സാക്ഷി പറഞ്ഞിരുന്നത്. ആ സാക്ഷി മൊഴിയിൽ ചില അവ്യക്തതകൾ, അതിൽ തെറ്റായ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് പ്രതിഭാഗത്തിന് സാധിച്ചു. ഈ ഹുസൈൻ ചവിട്ടി, അതിനെ തുടർന്നാണ് മധുവിന് മരണം സംഭവിച്ചത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. പക്ഷേ അത് തെറ്റാണ്, അതിനെ തക്ക സാധൂകരിക്കുന്ന തെളിവുകളില്ല എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. ജാമ്യത്തിലായിരുന്ന ഹുസൈനും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. ഇനി ജാമ്യ ബോണ്ടടക്കം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, നേരത്തെ മണ്ണാർക്കാട് പ്രത്യേക കോടതി വെറുതെ വിട്ട 2 പ്രതികളുണ്ട്. 4-ാം പ്രതിയും അതോടൊപ്പം തന്നെ 11-ാം പ്രതിയും അനീഷും അബ്ദുൽ കരീമും. ഇവരെ വെറുതെ വിട്ട നടപടി, കീഴ്ക്കോടതിയുടെ നടപടി ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. 16-ാം പ്രതിക്ക് നേരത്തെ 3 മാസം തടവ് മാത്രമായിരുന്നു കീഴ്ക്കോടതി വിധിച്ചതെങ്കിൽ ഇപ്പോൾ ആ ശിക്ഷ ഉയർത്തിയിട്ടുണ്ട്. 12:30 വീണ്ടും ഈ കേസ് കേൾക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ പ്രതികളുടെ ശിക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു വിധി പ്രസ്താവം ഉണ്ടായേക്കും. ബാക്കി മരയ്ക്കാർ, അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അപ്പീലുകൾ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രതികൾക്കും, അതായത് ബാക്കിയുള്ള പ്രതികൾക്കും ശിക്ഷ ഉയർത്തിയേക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലെ പ്രധാനപ്പെട്ട ആവശ്യം വെറുതെ വിട്ട പ്രതികൾക്ക് ശിക്ഷ നൽകണം. അതോടൊപ്പം തന്നെ കുറഞ്ഞ ശിക്ഷയാണ് നിലവിൽ 13 പ്രതികൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൾക്കും കൊലക്കുറ്റം ചുമത്തിയ ശേഷം ജീവപര്യന്തം കഠിന തടവ് നൽകണമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പ്രതികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ തങ്ങളുടെ ശിക്ഷ റദ്ദാക്കണമെന്നുള്ളതായിരുന്നു. എന്തായാലും ഹുസൈന്റെ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഹുസൈനെ വെറുതെ വിട്ടത്. ബാക്കി പ്രതികൾക്ക് ശിക്ഷ ഒരുപക്ഷെ വർദ്ധിപ്പിച്ചേക്കും. നേരത്തെ 4ഉം 11ഉം പ്രതികളെ വെറുതെ വിട്ട നടപടി, അവരെ കുറ്റമുക്തരാക്കിയ നടപടി ഹൈക്കോടതിയും ശരിവെച്ചിട്ടുണ്ട്. 16-ാം പ്രതിയുടെ ശിക്ഷ അത് കൂടുതലായിട്ട് ഉയർത്തുക തന്നെ ചെയ്യും. അതിൽ 325-ാം വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 2018 ഫെബ്രുവരി 22-നാണ് ഈ നാടിനെ നടുക്കിയ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകുന്നത്. മോഷണ കുറ്റം ആരോപിച്ചാണ് വനവാസി യുവാവായ മധുവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ആ മർദ്ദനത്തെ തുടർന്നാണ് മധു മരിച്ചത്. എന്തായാലും 12:30 കേസ് കേൾക്കുന്ന ഘട്ടത്തിലാണ് പ്രതികൾക്ക് ഏതു വിധത്തിലുള്ള ശിക്ഷ നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. മധുവിന്റെ സഹോദരി സരസു അടക്കം ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. രാഖി, രേഷ്മ, എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഈ വിഷയത്തിൽ വരുന്നതനുസരിച്ച് രേഷ്മയിലേക്ക് വീണ്ടും എത്താവുന്നതാണ്.